ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിട്ട് കളഞ്ഞൊരു സിസ്റ്റം പോലീസ് എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിനൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയായിട്ട് പോലീസിന് യാതൊരുവിധ ബന്ധമില്ല. ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നല്ല ഒരിക്കലും ഒരു പോലീസ് ചോദിക്കും. നീ ആരടാ, നിന്റെ കയ്യിൽ എന്താടാ? ഒന്നുകിൽ നീ കുറ്റവാളിയാണ്, അല്ലെങ്കിൽ നാളെ കുറ്റവാളി ആകേണ്ട ഒരു വ്യക്തിയാണെന്ന്. ഔദ്യോഗികമായിട്ട് തന്നെ പോലീസിൻ്റെ ഇടയിൽ സംസാരിച്ചൊരു കാര്യം, കറുത്ത നിറമുള്ള ആൾക്കാരെല്ലാം ക്രിമിനൽസ് ആകാൻ സാധ്യതയുണ്ട്. ആണോ? ഞാനത് നേരിൽ കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ജോജി എന്ന് പറയുന്ന സിനിമയില്ലേ, അതിൽ പകുതി ചെയ്ത ആ ക്യാരക്ടർ എന്ത് രസമായിട്ടാണ് ആ ഡീറ്റെയിലുകൾ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സ്വന്തം മുറിക്കകത്ത് പോലും അത്ര വലിയ സ്വാതന്ത്ര്യമില്ലാത്ത എനിക്ക് രസമായിട്ട് ഫഹദ് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഡബ് ചെയ്യാതെ ആ തമിഴൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കിടയിലൂടെ നമുക്ക് തന്നെയാണ് പലതിൻ്റെയും കോറിയോഗ്രാഫി. പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, അപ്പോൾ അത്രയും വൈഡായിട്ട് ക്യാമറ വെച്ചിരിക്കുക. മമ്മൂക്കയുടെ സ്വാതന്ത്ര്യമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീന്. നമുക്ക് ഒരു ലൈബ്രറിയാണ്. ടിനു പാപ്പച്ചൻ നമ്മളോട് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നൊരു ഡയറക്ടറാണ്. എനിക്കിത് ഇവിടെ വരണം. ആക്ടിങ്ങിനകത്ത് ഡ്രാമ ഇത്തിരി വരുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹലോ നമസ്തേ, വെൽക്കം ടു മോളിവുഡ് മിക്സ് ബൈ മീനാക്ഷി. സോ ഇന്ന് മോളിവുഡ് മിക്സിൽ രാജേഷ് ശർമ്മയാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത്. ഹായ് സാർ, വെൽക്കം. നമസ്കാരം. സോ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഒരു ഇനിഷ്യേഷൻ ആയിട്ടുള്ള ചുരുൾ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് സാർ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സിനിമയാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ വളരെ റെയറാണ്. അപ്പം വാട്ട് ഈസ് ചുരുൾ ആക്ച്വലി? ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കഥ പറയുകയാണ്. അതിൽ ചരിത്രമില്ലാതെ പോയ കുറേ മനുഷ്യർ ഉണ്ട്. ഒരു വിഭാഗം മനുഷ്യർ, ചരിത്രമില്ലാതെ പോയ മനുഷ്യർ. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചരിത്രം അന്വേഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പരമ്പരാഗതമായിട്ട് ചരിത്രം അന്വേഷിക്കുന്നത് നമ്മൾ കൊട്ടാരങ്ങളിലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ, രാജശാസനകൾ, അല്ലെന്നുണ്ടെങ്കിൽ ചില അടയാളങ്ങൾ, മനകൾ, താളിയോലകൾ, അവിടെയൊക്കെയാണ്. പക്ഷെ ചരിത്രം ഒരിക്കലും ഇല്ലാത്ത, ചരിത്രത്തിലെങ്ങും ഇടം കിട്ടാത്ത മനുഷ്യർ അനേകായിരം അങ്ങ് പുറത്താണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില മനുഷ്യർ ചിലപ്പോൾ അവരെ അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പോഴത്തേന് വില്ലേജ് ഓഫീസുകളിൽ കാണും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലായിരിക്കും അവർ കാണുന്നത്. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ 3 കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ചുരുളെന്ന് പറയുന്ന സിനിമ. ആ പേരിൽ തന്നെ ആ ചുരുൾ ഇങ്ങനെ നിവർന്ന് എന്താണ് ആ മനുഷ്യൻ അനുഭവിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു നിലയിലേക്കാണ്. അപ്പോൾ ഒരു ക്രൈം ത്രില്ലർ എന്ന് തന്നെ പറയാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രൈം ഡ്രാമ. ഓക്കെ. അപ്പോൾ അരുണാണ് ഇതിൻ്റെ സംവിധാനം. അരുണിൻ്റെ പ്രോജക്റ്റാണ്. ഒരു വലിയൊരു കമ്മിറ്റി തിരഞ്ഞെടുത്ത ഒരു തിരക്കഥയാണ്. സർക്കാരിൻ്റെ KSFDCയുടെ ഫണ്ടോടുകൂടി ഇത് അവതരിപ്പിക്കപ്പെടുന്നു ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഏതാണ്ട് ഒരു 4-5 സിനിമകൾ KSFDC ചെയ്തു. അന്ന് സ്ത്രീകൾക്കായിരുന്നു അതിൻ്റെ ഒരു വലിയ, എല്ലാ മനുഷ്യർക്കും ഇടം കിട്ടുക എന്ന് പറയുന്ന രീതിയിലാണ് ആ പ്രോജക്റ്റ് എന്ന് നമുക്ക് ഊഹിക്കാം. സ്ത്രീകൾക്ക് ഇത്ര സിനിമ. അതിൽ വന്നതാണ് വളരെയധികം ചർച്ച ചെയ്ത മിനിയുടെ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അത് 3 എണ്ണം അങ്ങനെയുണ്ട്. ഇതിപ്പോൾ 2 എണ്ണമാണ് ഇറങ്ങുന്നത്. ഓക്കെ. അതിലൊന്നാണ് ചുരുള്. അപ്പം ചരിത്രമില്ലാത്തവരുടെ കഥ പറയുന്നത് കൊണ്ടാണ് ഇത് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് കൂടിയായി മാറിയത്. അങ്ങനെ സ്ക്രിപ്റ്റാണ് ഗവൺമെൻറ് ക്ഷണിച്ചത്. അരുണിന് എനിക്ക് തോന്നുന്നു അരുൺ കണ്ടിട്ടുള്ളതും അരുൺ അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിലാക്കിയതുമായിട്ടുള്ള ഒരു കാര്യം അത് എഴുതി ഇതിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമെന്ന രീതിയിലാണ് ഈ ചരിത്രത്തിൽ ഇടമില്ലാത്ത ഇടം കിട്ടിയിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ. എന്താണ് രാജേഷിന്റെ വേഷം ഇതിൽ? എന്താണ്? അതിനകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട്. അത് നമുക്ക് പോസ്റ്ററിൽ കാണാം. പോസ്റ്ററിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട്. അപ്പോൾ ഈ മനുഷ്യന് ഒരു സിസ്റ്റത്തിനകത്തുനിന്ന് ഉള്ളൊരു ക്യാരക്ടറാണ്, പ്രമോദ് ചെയ്യുന്ന ക്യാരക്ടർ.
എൻ്റെ ക്യാരക്ടറും ഈ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നൊരു വേറൊരു സിസ്റ്റമാണ്. ഉം. സർക്കാരിൻ്റെ തന്നെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് എന്ന് പറയുന്നൊരു സിസ്റ്റത്തിൻ്റെ ഭാഗം. അപ്പോൾ ഇതിനകത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരം ഒരു ഹൈറാർക്കി ഉം. എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഉം. പോലീസ് ഇപ്പം ഒരിക്കലെങ്കിലും പോലീസിന് മുമ്പിൽ പെട്ടുപോകാതെ ആരുമില്ല, ഒരു മലയാളിയില്ല. പോലീസുകാർ ഇടപെട്ട് ഇല്ലെങ്കിൽ പോലീസുകാർ ചോദ്യം ചെയ്തിട്ടുള്ള ആ സിസ്റ്റത്തിനൊരു പ്രശ്നമുണ്ട്. എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണ്, അപ്പോൾ സിസ്റ്റത്തിനൊരു കുഴപ്പമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു, മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിട്ട് കളഞ്ഞൊരു സിസ്റ്റമാണ് പോലീസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയായിട്ട് പോലീസിന് യാതൊരുവിധ ബന്ധമില്ല. പോലീസിൻ്റെ മുമ്പിൽ വന്ന് പെടുന്ന ഒരാൾ ഇല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ വന്ന് പെടുന്ന ഒരാൾ ഒന്നുകിൽ ബ്രിട്ടീഷുകാർക്കെതിരാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് നാളെ എതിരാകാനുള്ള വ്യക്തിയാണ്. എന്നതുപോലെ തന്നെയാണ് പോലീസ് സമൂഹത്തെയും കാണുന്നത്. ഒരു പൗരനെ ഞാൻ അല്ലെങ്കിൽ മേ ഹെൽപ്പ് യു അങ്ങനല്ല, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നല്ല ഒരിക്കലും ഒരു പോലീസ് ചോദിക്കുന്നു. നീ ആരടാ, നിൻ്റെ കയ്യിലെന്താടാ? അതായത് ബ്രിട്ടീഷുകാർ കളഞ്ഞിട്ട് പോയ ആ സാധനം, ഒന്നുകിൽ നീ കുറ്റവാളിയാണ് അല്ലെങ്കിൽ നാളെ കുറ്റവാളി ആകേണ്ട ഒരു വ്യക്തിയാണ് നീ എന്നുള്ള രീതിയിലാണ്. നമ്മളിൽ എന്ത് കുറ്റം കണ്ടെത്തുന്നു, നമ്മളിൽ കുറ്റം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നീതിയില്ലാത്തവനായി മാറുക. ഇത് സൊസൈറ്റിയിലും ഇതുണ്ട്. നീ ചെരുപ്പിടാൻ യോഗ്യതയില്ലാത്തവനാണ്, അത് ഇല്ല എന്ന് വെച്ചാൽ ഒരു അടയാളത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കും ഒരു മനുഷ്യനെ. വളരെ പെട്ടെന്നൊരു പണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ പോലീസിൻ്റെ ഇടയിൽ സംസാരിച്ചൊരു കാര്യമുണ്ട്, കറുത്ത നിറമുള്ള ആൾക്കാരെല്ലാം ക്രിമിനൽസ് ആകാൻ സാധ്യതയുണ്ടെന്ന്. ആണോ? അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെ സൊസൈറ്റിയുടെ, ഞാനത് നേരിൽ കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു ഇത് കോട്ട് ചെയ്ത് പറയാനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അത് എറണാകുളത്ത് തന്നെ വെച്ചാണ്. ഒരു കടയിൽ 2 കറുത്ത പെൺകുട്ടികളെ അവരെന്തോ അവിടെ നിന്ന് മോഷ്ടിച്ചു എന്നുള്ള പറയുന്ന രീതിയിൽ അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്കത്, കാരണം ഈ ഒരു സാധനം ഞാൻ കേട്ടിട്ടുണ്ട്, കറുത്ത ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറ്റവാളിയായിരിക്കും എന്ന് പറയുന്നൊരു സാധനം. അതൊരു ഇപ്പം അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് മാറി വരുന്നുണ്ട് തീർച്ചയായിട്ടും, മാറ്റങ്ങളുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഇതെൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ട് പെട്ടെന്ന് എനിക്കത് എൻ്റെ ലൈഫിൽ നടന്ന, ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എനിക്കങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പല ആളുകളും അവരുടെ അനുഭവങ്ങൾ അത് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട്. സ്റ്റേഷനിൽ ഇവർക്ക് കിട്ടുന്ന നിറത്തിൻ്റെ പേരിൽ കിട്ടുന്ന പ്രിവിലേജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രിവിലേജ് എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ, നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നൊരു മനുഷ്യരുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നൊരു സിനിമ ആയിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷനിലേക്കും ഇതൊക്കെ ഇയാളിലൂടെ തന്നെ അതിനെ സംസാരിക്കുന്നുണ്ട്. അത്രയും സ്ക്രിപ്റ്റ് അത്രമാത്രം വളരെ ഡെപ്തുള്ള ഒരു കാര്യമാണ് അതിൻ്റെ മേക്കിങ്ങും ഒക്കെ. പിന്നെ അതിന് സർക്കാരിൻ്റെ ഇത്ര ഫണ്ട് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്ന് വെച്ച് സർക്കാർ നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യൂ എന്ന് പറഞ്ഞല്ല, ഇത് ഡയറക്ടറാണ് ഇതിൻ്റെ സബ്ജക്റ്റ് എന്തായിരിക്കണമെന്നും ആ തിരക്കഥ അവിടെ സമർപ്പിക്കപ്പെടുകയും അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന സ്ക്രിപ്റ്റുകളെല്ലാം ഇല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന സിനിമകളെല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വളരെ എന്താ പറയുന്ന റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ചുരുളെന്ന് പറയുന്ന സിനിമ. തീർച്ചയായിട്ടും അത് സൊസൈറ്റിയിൽ നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്യേണ്ട ഒരു മെസ്സേജിലേക്ക് ത്രൂസ് ലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് താഴെ ഇരുന്നപ്പോൾ ന്യൂസ് ചാനലിൽ നമ്മൾ കേട്ടൊരു ന്യൂസായിരുന്നു, തമിഴ്നാട്ടിൽ ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ആൾക്കാർ ഒരു ടെമ്പിൾ, ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് കൊണ്ട് അവിടുത്തെ അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റി ആ ക്ഷേത്രമേ തകർത്ത് കളഞ്ഞു എന്നൊരു വാർത്ത. തമിഴ്നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്ന ഒരിതാണ്. നമ്മുടെ കേരളത്തിൽ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു, അതിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഉണ്ട് എന്നുള്ളത്. ഈ സിനിമ അത് കൃത്യമായിട്ടത്
അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഡയറക്ടർ പലപ്പോഴും ഈ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അരുണിന് അത്രയും വളരെ സട്ടിലായിട്ട് വരത്തക്ക രീതിയിൽ, ലൗഡല്ല ഒന്നും, വളരെ സെറ്റിലായിട്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളാരും ഇപ്പം ഞാനടക്കമുള്ള മനുഷ്യരുടെ ഉള്ളിൽ ഇതുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. മീനാക്ഷിയുടെ മനസ്സിലും ഇത് ഉണ്ട്. ഇത് മീനാക്ഷി പോലും അറിയാതെ ഇത് എവിടേക്കോ ഇത് എന്താ പുറത്തേക്ക് വരാറുണ്ട് എന്നുള്ളതാണ്. അത് അനുഭവിക്കുന്ന മനുഷ്യർക്കാണ് അത് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായത്. അത് ഈ സിനിമ അത് കൃത്യമായിട്ടത് തീർച്ചയായിട്ടും അതേപോലുള്ള സിനിമകളാണ്. കുറേ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ വരുമ്പോൾ ഇതേപോലെ നമ്മളെ ചിന്തിപ്പിക്കുന്ന സിനിമകൾ കൂടി വരേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ്. ഇനി സർ ആസ് എൻ ആർട്ടിസ്റ്റ് ആ ഒരു ഇതിനകത്തേക്ക് കടക്കാനാണ് എനിക്ക് ആഗ്രഹം. സോ യു ആർ എ തിയേറ്റർ ആർട്ടിസ്റ്റ് ഓൾസോ, ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് കൂടിയാണ്. 2005 തൊട്ട് മൂവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മീൻസ് യു ആർ കംപ്ലീറ്റിംഗ് 20 years അല്ലേ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്ന് ഒരു വളരെ ലൈവായിട്ട് ഇതായിട്ട് 10 വർഷമേ ഉള്ളൂ. അതിനു മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ ഇടവേളകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന്, അതാണ് ഞാൻ 2005 ചെയ്തതിന് ശേഷം പിന്നെ ചെയ്തത് 2009 ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വന്നതിൻ്റെ. അതെന്താണ് പിന്നീട് ഒരു അത്രയും നാൾക്ക് ശേഷം റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സാറിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഹോംലി മീൽസ്, ലൂക്ക തുടങ്ങിയ സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴാണ്. ആ ഒരു ഹിപ്പി കൈൻഡ് ഓഫ് റോൾസ് ഒക്കെ ചെയ്തപ്പോഴാണ് ഭയങ്കരമായി ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതെന്താണ് ആ ഒരു 10 വർഷം ആൾക്കാർ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറാനായിട്ട് കാത്തിരിക്കുകയാണ്? എനിക്ക് സിനിമ ഇഷ്ടമാണ്, ഇഷ്ടമായിരുന്നു. സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്താണ് ഈ തിയേറ്ററിൻ്റെ ഒരു ഭാഗമാകുന്നത്. നാടകം എന്ന് പറയുന്ന ആ മീഡിയത്തിൻ്റെ നമ്മൾ അതിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അതിൻ്റെ മധുരവും കയ്പും ഒക്കെ ആയി. അപ്പോഴും മനസ്സിൽ സിനിമ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സിനിമയിൽ യാദൃച്ഛികമായിട്ട് ഡോക്ടർ ബിജുവിൻ്റെ സൈറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്, അതിൽ ഞാൻ ഭാഗമായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് നാടകം വേറൊരു രീതിയിൽ, കാരണം സിനിമ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറയുന്നൊരു ഇത് വന്നിട്ട് തിയേറ്ററിൽ തന്നെ വളരെ സജീവമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ആണോ? ആ ഒരു പിന്തിരിയാനുള്ളൊരു ഫാക്ടർ എന്തായിരുന്നു, സിനിമ പറ്റുമോ എന്ന് തോന്നാൻ? സിനിമയിൽ കാരണം വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നാടകത്തിൽ നമ്മൾ ഈ എല്ലാത്തിൻ്റെയും സിനിമയുടെയും നാടകത്തിൻ്റെയും പ്രോസസ്സൊക്കെ ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന എനർജി, നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ വേറെ. തിയേറ്ററിൽ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും. അതിൻ്റെ പ്രോസസ്സ് ഭയങ്കര വേറൊരു ഇത്. അത് കാരണം ആ മേഖലയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് നമ്മളതിൻ്റെ അപ്പോൾ അത്രയും ഒരു ഇത് എനിക്ക് സിനിമയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ടായിരിക്കാം ഞാനൊരു പക്ഷേ ഇതൊക്കെ മാറ്റിയിട്ട് തിയേറ്റർ തന്നെ ഇതായി. പിന്നെ സാമ്പത്തികം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ ക്ലാസ് എടുക്കലോ ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമായിരുന്നു. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് നിരന്തരമായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ പ്ലേകൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ വീണ്ടും സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ ആ ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്ത് വീണ്ടും മടുപ്പ് തോന്നി. അയ്യോ ഇതെനിക്ക്. പക്ഷേ അന്യ റസൂലും ചെയ്ത് അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഹോംലി മിൽസ് ചെയ്യുന്നത്. ഹോംലി മിൽസ് ചെയ്തപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ധൈര്യമായി. സിനിമയുടെ ഒരു രസം ഇഷ്ടപ്പെട്ട് തുടങ്ങുകയും ചെയ്തു. അതെ ഒരു പേടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വളരെ ഇതായിട്ട്. അപ്പം എനിക്ക് ഈ ഒരു കാര്യം അറിയണമെന്നുണ്ടായിരുന്നു. ലൈക്ക് യു ആസ് എ ഡ്രാമ ആർട്ടിസ്റ്റ് ആൻഡ് ആൻ ആക്ടർ, അതിൻ്റെതാണോ ഈ ഒരു കരിയർ ബ്രേക്ക് വരുന്നത്? കാരണം അപ്പം ഇപ്പോഴും ഡ്രാമയോടാണോ ഒരു കൂടുതൽ ഇഷ്ടം കൂടുതലുള്ളത്? നമ്മൾ രൂപപ്പെട്ടത് അവിടെയാണ്. ബേസ് എന്ന് പറയുന്നൊരു സാധനമാണ്. എനിക്കെല്ലാം അറിയാം അവിടെ. എനിക്ക് വളരെയധികം പരിചയമുള്ള കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് അത് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ സിനിമ കുറച്ചും കൂടെ വേറൊരു വലിയ
ആക്ടർക്ക്, അതായത് നമ്മളൊരു ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകൾ ഇതൊക്കെ നമുക്ക് സിനിമയിൽ അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു വേറൊരു മീഡിയമാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഏറ്റവും നന്നായിട്ട് വേറൊരു മീഡിയം നാടകം. അതെ അതെ, ഓരോ പേഴ്സണൽ ചോയ്സ് ആണിത്. നാടകം ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോഴും നാടകം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതാണ് ടാലന്റ് ഒക്കെ എനിക്കുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനല്ല. നാടകം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ലഹരി ഭയങ്കര, കാരണം അതൊരു പ്രോസസ്സാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഷാലു മേനൻ. എന്റെ ഇന്റർവ്യൂവിൽ തന്നെ പറയായിരുന്നു, ഒരു കഥാപാത്രം ആവുമ്പോൾ അത്രയും മണിക്കൂർ നമ്മൾ ആ സ്റ്റേജിൽ ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ്. ഒരു ആക്ഷൻ കട്ട് ആ ഒരു സംഭവമേ ഇല്ല. ഇത് എത്ര സ്റ്റേജിൽ എത്ര വട്ടം നമ്മൾ കളിക്കുന്നു അത്രയും പ്രാവശ്യം നമ്മൾ ആ കഥാപാത്രമാണ്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു. അതെ, പ്രോസസ്സ് അതിൻ്റെ ടൈമും ഭയങ്കരമാണ്. ഇപ്പം നമ്മൾ നാടകം റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ കുറിച്ച് നമുക്കൊരുപാട് സാധ്യതകളുണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ. ചിലപ്പോൾ അത് പൊളിച്ച് മറ്റൊന്നാക്കിയെടുക്കാൻ. സിനിമയിലൊന്നും അതൊന്നും പറ്റൂല കേട്ടോ. ടെക്കിൽ നമ്മളത് ആ സമയത്ത് അവിടെ അത്രയും പരന്ന നമ്മുടെ കാര്യങ്ങൾ വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നാടകത്തിൽ ഇത് പറ്റും. അതിൻ്റെ ഒരു നല്ല റിസൾട്ട്, പിന്നെ ഓഡിയൻസ് റിയാക്ഷൻസ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോസസ്സ് എന്ന് പറയുന്നത് സിനിമയും നാടകവും തമ്മിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസവും അവിടെ തന്നെയാണ്. നാടകത്തിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അരങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ആക്ടർ, കോ ആക്ടർ, ഓഡിയൻ എന്നൊക്കെ പറയുന്നത് ഈ പ്രോസസ്സ് ഇങ്ങനെ പോകും. സിനിമയിലെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടാണ്. അതിനകത്ത് ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ആ പ്രോസസ്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിനൊരു പ്രോഡക്റ്റ് ആക്കും. നാടകത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകൻ്റെ മനസ്സിൽ സംഭവിച്ചതാണ്. ഇന്ന് നമ്മൾ കളിച്ച നാടകം പോലെയല്ല നാളെ മറ്റൊരു വേദിയിൽ നമ്മൾ കളിക്കുന്നത്. അവിടെയും നമ്മുടെ പ്രോസസ്സിനകത്ത് ചിലപ്പം വ്യത്യാസങ്ങളൊക്കെ വരും. ഭയങ്കര അതൊരു ഭയങ്കര രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. യെസ്. അപ്പം ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ബ്രേക്ക് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല ചിത്രങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നായക നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഫഹദ് ഫാസിൽ, ലാലേട്ടൻ, മമ്മൂക്ക, അല്ലേ, ടൊവിനോ, ഒരുപാട് പേരുടെ ഒപ്പം. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒപ്പം എന്ന് വേണമെങ്കിൽ, പ്രൈം സ്റ്റാർ സൈഡിൽ എല്ലാവരുടെ ഒപ്പം. ഇതിൽ ആരെങ്കിലും ഒരാൾ മനസ്സിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഒരുപാട്. കാരണം ഞാനിപ്പോഴും സിനിമ എന്ന് പറയുന്ന മീഡിയത്തിൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്, എക്സ്പീരിയൻസ് ചെയ്ത് വളരെ നന്നായിട്ട് നിൽക്കുന്ന നടന്മാരുടെ കൂടെയാണ് ഞാൻ. ഇപ്പോൾ ടോവിനായാലും ഫഹദായാലും ഒക്കെ ഇവരൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവർ ചെയ്യുന്ന ഇവരുടെ പ്രോസസ്സ് ഞാൻ കൗതുകത്തോടു കൂടി നോക്കിയിരിക്കാറുണ്ട്. മമ്മൂക്ക ഏറ്റവും അവസാനം നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ, അതാണെങ്കിൽ പോലും ഞാനത് ഭയങ്കര മമ്മൂക്ക, കാരണം ഇവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഇവരൊക്കെ ഒരു വലിയ ലൈബ്രറി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് എങ്ങനെയാണ് ആ സ്പേസിനെ ഉപയോഗിക്കുന്നത്, അതൊക്കെ ഞാൻ ഇപ്പോൾ ഫഹദാണെന്നുണ്ടെങ്കിൽ പോലും ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ഓരോരുത്തരും ഞാൻ കൗതുകത്തോടു കൂടി നോക്കി. ഭയങ്കര വിസ്മയിപ്പിച്ച എന്തെങ്കിലും ഒരു സീനോ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ റീകളക്ട് ചെയ്യാനായിട്ടുണ്ടോ? ലൈക്ക് ഓൺ സ്ക്രീൻ കണ്ട് എങ്ങനെയാണ് ഇവരിത് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് എന്ന് തോന്നിപ്പോയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് കൗതുകം തോന്നുന്നതല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അസൂയ തോന്നിയിട്ട്. കാരണം ആക്ടറുടെ ഒരു കൊതിയുണ്ട്, അങ്ങനെ കൊതി തോന്നിയിട്ടൊക്കെ നിന്ന് അങ്ങനെ കണ്ടിട്ടുള്ള അത് ഫഹദാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും അവരൊക്കെ ആ ക്യാരക്ടേഴ്സിന് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ഉള്ളിൽ ഭയങ്കര. എനിക്ക് ജോജി എന്ന് പറയുന്ന സിനിമയില്ലേ, അതിൽ ഫഹദ് ചെയ്ത ആ ക്യാരക്ടർ എന്ത് രസമായിട്ടാണ് ആ ഡീറ്റെയിലുകൾ
ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയാളുടെ ഉള്ളിൽ തന്നെയുള്ള അയാൾ തന്നെ ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു ആത്മവിശ്വാസമില്ലാത്ത, സ്വന്തം മുറിക്കകത്ത് പോലും അത്ര വലിയ സ്വാതന്ത്ര്യമില്ലാത്ത, എനിക്ക് രസമായിട്ട് ഫഹദ് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക നൻപകൽ നേരത്ത് മയക്കത്തിനകത്താണെന്നുണ്ടെങ്കിലും എന്തൊരു, ഞാനത് ലൈവ് കണ്ടത് ഒരു ലെങ്തി ഷോട്ടുണ്ട്. അത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് സിങ് സൗണ്ടായിരുന്നു, ഡബ് ചെയ്യാതെ ആ തമിഴൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കിടയിലൂടെ മമ്മൂക്ക തന്നെയാണ് പലതിൻ്റെയും കോറിയോഗ്രാഫി അവിടെ. കാരണം അതൊരു ആക്ടർ ആ സമയത്ത് പ്രോസസ്സിൽ സംഭവിച്ച ഒരു കാര്യമാണ്. പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, അപ്പോൾ അത്രയും വൈഡായിട്ട് ക്യാമറ വെച്ചിരിക്കുക. അപ്പം പെട്ടെന്നാണ് മമ്മൂക്കയുടെ സ്വാതന്ത്ര്യമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീക്വൻസ്. എന്നിട്ട് അവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ നടുക്കുവന്ന് ഇന്ന സ്ഥലത്ത് പൊസിഷനിൽ വരണമെന്നാണ് പറഞ്ഞത്. നിനക്ക് എന്നെ അറിയില്ലേ, നിന്റെ മോളെ ഞാൻ സുഖമില്ലാതെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോരുത്തരെയും കണ്ടിട്ട് ജനലിലൂടെയൊക്കെ നോക്കിയിട്ട് ഒക്കെ സംസാരിക്കുകയും വന്ന് അവിടെ കിടക്കുകയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ കൗതുകത്തോടു കൂടി തന്നെ, കൊതിയോടുകൂടി തന്നെ ഒക്കെ നോക്കി നിന്നിട്ടുണ്ട്. ഇതേപോലെ ഭയങ്കരമായിട്ട് വിസ്മയിപ്പിച്ച ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടോ? ലിജോ ജോസഫ് പോലെയൊക്കെ ഒരുപാട് പേരുണ്ട്. ടീനു പാപ്പച്ചൻ. ടീനുവിൻ്റെത് നമ്മളോട് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നൊരു ഡയറക്ടറാണ്. ഇതാണ് എനിക്കിത് ഇവിടെ വരണം. അങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേന് ആക്ടേഴ്സിന് എന്താ പറയുന്ന, ഒരു ആക്ടർക്ക് അന്വേഷിക്കാൻ പറ്റും അയാളിൽ. ഇപ്പോൾ നിങ്ങളിത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോഴാണ്, അല്ലേ എനിക്കിതല്ല വേണ്ടതെന്ന് പറയുമ്പോഴാണ് ഒരു ആക്ടർക്ക് അയാളിൽ തന്നെ അന്വേഷണം നടത്താൻ പറ്റുന്നത്. അങ്ങനെ അന്വേഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നൊരു ഡയറക്ടറാണ് ടിനു. ഇന്നിച്ചു ബാക്കിയുള്ളവർ ഇതാണെന്നല്ല, നമ്മളോട് ഡിമാൻഡ് ചെയ്ത് എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്നതാണ്. ഇപ്പം എടുത്ത് പറയുന്ന ഒരു പേര് ഞാൻ അതും അത്രയാണെന്നേ ഉള്ളൂ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന്. ബാക്കിയുള്ളവരാരും മോശമാണ് ഒന്നുമല്ല. മനസ്സിലായി. മേ ബി സാറിൻ്റെ ഉള്ളിലെ ആ ഒരു ആക്ടറിനെ കുറച്ചും കൂടെ ഒരു അധികം ട്രാവൽ ചെയ്യാത്ത റോഡ്സിലൂടെ കൊണ്ടുപോയ ഒരു ഡയറക്ടർ ആയിരിക്കാം. പിന്നെ അതുപോലെ സിബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ടിനു ആക്ടിങ്ങിനകത്ത് ഡ്രാമ ഇത്തിരി വരുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നൊരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടിനു ഇത് പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ചെയ്യുമ്പോഴും അതിനകത്തൊരു ചെറിയൊരു ഡ്രാമാറ്റിക് എലമെൻറ്റ്സ് കിടക്കുകയാണെങ്കിൽ നോട്ടത്തിലും അത് നന്നായിരിക്കും തോന്നിയിട്ടുണ്ട്. അല്ലേ? ഓക്കെ. സോ സർ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളുമായിട്ട് സംസാരിച്ച് ആസ് എൻ ആക്ടർ ആൻഡ് ഈ സിനിമയുടെ വിശേഷങ്ങൾ എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞ ഈ സിനിമയുടെ വിശേഷം ചുരുൾ എന്ന് പറയുന്ന സിനിമ, ഇതിൻ്റെ DOP ആയിട്ടുള്ളത് പ്രവീൺ ചക്രവാണി, പിന്നെ അരുണാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 30-നാണ് ഇത് തിയേറ്ററിലേക്ക് വരുന്നത്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് സൊസൈറ്റിയോട് ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, സ്ക്രിപ്റ്റിങ്ങിലും എല്ലാ കാര്യങ്ങളിലും ഒക്കെ. പക്ഷേ പ്രേക്ഷകരെന്ന രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം തിയേറ്ററിലേക്ക് വന്ന് ഇത് കണ്ട് വിലയിരുത്തുക എന്നുള്ളതാണ് ശരിക്കും എല്ലാ സിനിമകൾക്കും. അപ്പോഴാണ് ആർട്ടിസ്റ്റും, അതായത് ഇത് ഓൾ സിനിമ എന്ന് പറയുന്ന കലയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ വന്ന് ഓഗസ്റ്റ് 30-നാണ് റിലീസ്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക, വിലയിരുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുക. അത് തന്നെ ഏറ്റവും വലിയൊരു, അതാണ് നമ്മുടെ ഒക്കെ കയ്യടി. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. സൈന, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.